വെൽക്കം ടു കമല ഡെന്റൽ. ഞങ്ങളുടെ വീഡിയോ സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണിത്. ഞങ്ങളോടൊപ്പമുള്ളത് ഡോക്ടർ സെജിൻ ചന്ദ്രൻ, ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ ഓഫ് കമല ഡെന്റൽ. ഡോക്ടർ, 15 വയസ്സിന് ശേഷവും വളർന്നു വരാത്ത അവസാനത്തെ അണപ്പല്ലുകൾ നീക്കം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായും ദേവിക, ഇവയെ നമ്മൾ വിസ്ഡം ടീത്ത് എന്നാണ് വിളിക്കാറ്. ഈ പല്ലുകൾ മുളച്ചു വരുന്ന പ്രായം എന്ന് പറയുന്നത് 15 വയസ്സിനും 21 വയസ്സിനും ഇടയ്ക്കാണ്. പലപ്പോഴും ഇത് താടിയെല്ലിന്റെ വളർച്ച കുറവുകൊണ്ടോ പല്ലുകളുടെ ക്രമം തെറ്റിയുള്ള വളർച്ച കൊണ്ടോ ഇവ ചിലപ്പോൾ കുരുങ്ങിപ്പോയേക്കാം. ഇങ്ങനെ കുരുങ്ങിക്കഴിഞ്ഞാൽ അവ പിന്നീട് മുളച്ചു വരുന്നതിനുള്ള ചാൻസസ് കുറവാണ്. ഇവ കുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ പല്ലുകളുടെ ഇടയിൽ കേടുവരുന്നതിനും അതിന് ചുറ്റുമുള്ള മാംസത്തിൽ പഴുപ്പും നീരും വരുന്നതിനും കാരണമായേക്കാം. ഈ ഇത്രയും വേദനാജനകമായിട്ടുള്ള അവസ്ഥ ഒഴിവാക്കുന്നതിന് ക്രമം തെറ്റിയ പല്ലുകളാണെങ്കിൽ അവ നേരത്തെ നീക്കം ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇവ നീക്കം ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തെ റെസ്റ്റ് വേണ്ടി വരും? ഇവ നീക്കം ചെയ്യുന്നത് പൊതുവെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് ഒരു മൈനർ സർജിക്കൽ പ്രൊസീജിയറായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിൽ ഇവ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മാക്സിലോഫേഷ്യൽ സർജനാണ് ഈ ഒരു സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൃത്യതയോടും അതിൻ്റെ പ്രോപ്പർ അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷവുമാണ് അത് ചെയ്യുന്നതെങ്കിൽ പൊതുവെ കോംപ്ലിക്കേഷൻസ് കുറവാണ്. ഇപ്പോൾ 3 ഡയമെൻഷണൽ എക്സ്റേസ്, അതായത് CBCT പോലുള്ള അതിനൂതനമായിട്ടുള്ള റേഡിയോഗ്രാഫിക് ഇൻസ്ട്രുമെന്റ്സ് ഉള്ളതുകൊണ്ട് ഇവയുടെ സ്ഥാനവും ഇതിൻ്റെ ഡെപ്തും ഒക്കെ നമുക്ക് നേരത്തെ മനസ്സിലാക്കി അതിനനുസരണം സർജറി ക്രമീകരിക്കാനും പേഷ്യൻസിന് ലഘുവായ രീതിയിൽ ഈ സർജറി കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഇതിന് പൊതുവെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2-3 വിസ്ഡം ടീത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പോലും പിറ്റേ ദിവസം രാവിലെ ആളുകൾ ഓഫീസിലും സ്കൂളുകളിലും ഒക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രയും ലഘുവായിട്ടുള്ള ഒരു സർജറി തന്നെയാണ്, പേടിക്കേണ്ട കാര്യമില്ല. ഡോക്ടർ, ഇതൊരു മൈനർ സർജിക്കൽ പ്രൊസീജിയർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സർജറിയെ പറ്റി കേൾക്കുമ്പോൾ ആങ്ഷ്യസും നെർവസ് ആയി വരുന്ന പേഷ്യൻസിനെ സർ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ പൊസിഷനും ഇതൊക്കെ ഒരു 3 ഡയമെൻഷണൽ വിഷ്വലൈസേഷൻ കൊടുക്കുമ്പോൾ തന്നെ അവരുടെ പകുതി ടെൻഷൻ മാറുന്നുണ്ട്. ഓക്കെ, ഡോക്ടർ ഇതെല്ലാം കണ്ടും മനസ്സിലാക്കി അതിനുശേഷമാണ് എൻ്റെ സർജറി ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യം അവർക്ക് വരും. അത് അവരിൽ ഒരു വിശ്വാസം ജനിപ്പിക്കും. അത് 1. 2, വളരെ ആൻഷ്യസ് ആയിട്ടുള്ള, വളരെ നെർവസ് ആയിട്ടുള്ള സൂചി കാണുമ്പോൾ തന്നെ പേടി വരുന്ന, അല്ലെങ്കിൽ ഒരു ലോക്കൽ അനസ്തേഷ്യയ്ക്ക് പോലും വിധേയരാവാൻ തയ്യാറല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കോൺഷ്യസ് സെഡേഷൻ എന്ന് പറയുന്ന ആൻസൈറ്റി മാറ്റുന്നതിനുള്ള ഒരു സംവിധാനം ഈ ഹോസ്പിറ്റലിലുണ്ട്. അതുകൂടാതെ വളരെ നെർവസ് ആയിട്ടുള്ള, അതേസമയം വളരെ ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള ഇമ്പാക്ഷൻസ് ആണ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അവ ജനറൽ അനസ്തേഷ്യയിലും ചെയ്യാറുണ്ട്. താങ്ക് യു ദേവിക. താങ്ക് യു.